ഹലോ മൈ ക്യൂട്ടി പൈസ്, വെൽക്കം ടു മൈ ചാനൽ ദേവസ് വേൾഡ്. അപ്പോൾ ഇന്നൊരു കുട്ടി മിനി വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റിട്ട് എൻ്റെ തലമുടിക്ക് കിട്ടിയൊക്കെ കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേന് അമ്മ അപ്പുറം പോയി എന്തോ പറക്കിക്കൊണ്ടൊക്കെ വരുമായിരുന്നു. ജിക്കി അവിടെ അമ്മേനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ്. പിന്നെ അവളെ ഇനി പുറത്തെല്ലാം കൊണ്ടുപോയി ഒന്ന് കളിക്കിട്ട് വരണം. അപ്പം അതിനുള്ള വെയിറ്റിങ്ങിലാണ് അവള്. പിന്നെ അടുക്കളയിലോട്ട് വെച്ച് പിടിച്ച് അടുക്കളയിൽ ചെന്നിട്ട് പല്ല് തേക്കണം, അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. പിന്നെ ഞാൻ വേഗം പല്ല് തേച്ചു, ഫേസൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതായിട്ട് ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് വെച്ച് കയ്യിലെടുത്തു. ഇതിൻ്റെ റിവ്യൂ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിവ്യൂ ഇടുന്നതാണ്. ഞാൻ കുറച്ച് നാളായി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഓയിലി സ്കിന്നിനും പിമ്പിൾസൊക്കെ ഉള്ള സ്കിന്നൊക്കെ നല്ലൊരു ഫേസ് വാഷാണ്. സോ അപ്പോൾ റിവ്യൂ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, എന്തായാലും ഷുവറായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ പല്ല് തേച്ച് ഫേസൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞ് മുഖമൊക്കെ ഒന്ന് തുടയ്ക്കുകയാണ്. മുഖം നമ്മൾ ജെൻറ്റിലായിട്ട് വേണം, നമ്മൾ ഹാർഷായിട്ടൊന്നും തുടയ്ക്കാൻ പാടില്ല. സോ അപ്പം അങ്ങനെ നമ്മൾ മുഖമെല്ലാം തുടച്ചു. നമ്മൾ ജിങ്കിനെ പുറത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവളുടെ കെട്ടുന്ന ചെയിനൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞാൻ പുറത്ത് പോകാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പുറത്ത് പോകാൻ വേണ്ടി ഭയങ്കര ഉത്സവം, അതാണ് ഇങ്ങനെ കിടന്ന് കാണിക്കുന്നത്. ഭയങ്കര സന്തോഷമാണ് ആൾക്ക് പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ ഞാൻ മെല്ലെ രാവിലെ നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവളെ പുറത്തോട്ടൊക്കെ കൊണ്ടുപോയി അവളെ കുറച്ച് നേരം കളിപ്പിച്ചിട്ടൊക്കെ വന്നു. എന്താ സന്തോഷം നോക്കും മുഖത്ത്. പിന്നെ വെളുപ്പിന് ഇവിടെ മുറ്റത്തേക്കൂടെയൊക്കെ നടക്കുന്ന ഒരു രസമല്ലേ, വെളുപ്പിന് നല്ല സൂര്യപ്രകാശമൊക്കെ കാണും, നല്ല രസമാട്ടോ. വെളുപ്പിന് ഇങ്ങനെ നടക്കുമ്പോഴത്തേന് പുറത്ത് തന്നെ നമുക്ക് നോക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകതരം ഒരു ഉന്മേഷം വരും. പിന്നെ ആ ദിവസം മൊത്തം നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും. അപ്പോൾ രാവിലെ നമ്മളിങ്ങനെ ഇടയ്ക്ക് നടക്കണമൊക്കെ നല്ലതാണ്. Good girl. Va, va, va. Det var det. Bra. പിന്നെ ഞാൻ അടുക്കളയിലോട്ട് വന്നപ്പോഴത്തേന് അമ്മ അവിടെ ദോശ ചുട്ടുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അവിടെ പൂച്ചേനെ കണ്ടു. പൂച്ച നല്ല ഉറക്കമായിരുന്നു. പൂച്ചേനോട് കുറേ നേരം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ചുമ്മാ രാവിലെ പാവം പിന്നെ ക്യൂട്ടല്ലേ കാണാൻ, പാമ്പൂച്ചയാട്ടോ. അത് കഴിഞ്ഞ് അമ്മ ഇവിടെ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നു, ഞാനത് നോക്കിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് ഉച്ചത്തേക്കുള്ള പണി മൊത്തം അമ്മ എനിക്ക് വേണ്ടി ബാക്കി വെച്ചിട്ടാണ് പോന്നിട്ടു. അത് കഴിഞ്ഞ് അമ്മമ്മേനെ വിളിക്കാൻ പറഞ്ഞു, അമ്മമ്മേനെ പോയി വിളിച്ചു. പിന്നെ എന്നോടൊരു തേങ്ങ ചിരണ്ടി തരാമോ എന്ന് അമ്മ ചോദിച്ചായിരുന്നു. പിന്നെ ഞാനത് ചിരകി കൊടുത്തു. എൻ്റെ മെയിൻ പണി ഇതാണ്, തേങ്ങ ചിരകി കൊടുക്കുക. ഇതെൻ്റെ ഒരു സ്ഥിരം കലാപരിപാടിയാണ് ഈ തേങ്ങ ചിരകൽ എന്ന് പറയുന്നത്. പിന്നെ അതൊക്കെ ചിരണ്ടി കൊടുത്തു ഞാൻ. പിന്നെ ഞാൻ തേങ്ങ ഇറക്കി കൊടുത്തത് ഈ പരിപ്പ് കറി വെക്കാനായിരുന്നു. പിന്നെ അമ്മ പരിപ്പ് കറി വെച്ചു. പിന്നെ എന്താ പരിപ്പ് കറി പറഞ്ഞു തന്നാട്ടോ അമ്മ. പരിപ്പ് ആദ്യം വേവിച്ചു, പിന്നെ തിളച്ച് കഴിയുമ്പോൾ കട ഓർത്തോട്ടോ. ഓക്കേ.
ഉപ്പ് കുറവാണെങ്കിൽ ലേശോടെ ഉപ്പ് കുറഞ്ഞു. സോ അപ്പോൾ കറിക്ക് കടുക് വറുക്കാൻ അമ്മ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ അത് കടുക് വറുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. കറിവേപ്പില, പിന്നെ കടുക്, വെളിച്ചെണ്ണ ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നമ്മുടെ കറീൻ്റെ കൂടെ മിക്സ് ചെയ്യുക. സോ അന്നേരം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കറി കുറച്ചെടുത്തിട്ട് പിന്നെ മിക്സ് ചെയ്ത് നമ്മുടെ കറി അങ്ങനെ റെഡിയായി. സോ അങ്ങനെ നമ്മുടെ കറി കടുക് വറുത്തിട്ടുണ്ട്. സോ സിമ്പിൾ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു പരിപ്പ് കറി വയ്ക്കുന്നത്. ഓക്കെ, അണ്ടർസ്റ്റുഡ്. അപ്പോൾ രാവിലത്തെ ചായക്ക് പാല് മേടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ അടുത്തുള്ള കടയിൽ പോയി പാല് മേടിക്കാൻ വേണ്ടി പോകണം. അന്നേരം നമ്മൾ കുറച്ച് ആട്ടിൻകുട്ടികളെല്ലാം അവിടെ കെട്ടിയേക്കുന്നത് കണ്ടായിരുന്നു കേട്ടോ. അവിടെ അങ്ങ് അറ്റത്ത് കാണുന്ന കടയിലാണ് നമ്മൾ പോയി പാല് മേടിക്കാൻ പോകുന്നത്. സോ നമുക്ക് പാല് മേടിച്ച് വന്നിട്ട് ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കാം. ഓക്കെ. സോ അപ്പോൾ ഞാൻ പാലൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ പാലൊക്കെ ഒഴിച്ച് ഒരു ഏലക്ക ചായ ആയിട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഏലക്ക പൊട്ടിച്ചിട്ട് അതിനകത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായയാണ്. ഇതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റീൽസിൽ ഉണ്ട്. സോ എല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അന്നേരം നമുക്ക് ഈ ചായയുടെ റെസിപ്പി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സോ അപ്പം നമ്മുടെ ചായ ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റി ആൻഡ് നല്ല രസമുള്ളൊരു ചായയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ഷോർട്സിൽ ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് എല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചായക്കറിക്ക് ഞാൻ ഇന്ന് രാവിലെ നമുക്ക് ദോശയാണ് ഉണ്ടായിരുന്നത്. ദോശയും തേങ്ങാ ചമ്മന്തിയാണുള്ളത്. അപ്പോൾ ഞാൻ അത് കഴിക്കാൻ വേണ്ടി പോവാം കേട്ടോ. തേങ്ങാ ചമ്മന്തി നമ്മൾ ഡ്രൈ ആക്കിയിട്ടാണ് അരച്ചേക്കുന്നത്. വെള്ളം പോലെയല്ല, നമ്മൾ ഡ്രൈ ആക്കി അരച്ചെടുത്ത തേങ്ങാ ചട്നിയാണ്. നല്ല ടേസ്റ്റി തേങ്ങാ ചട്നി ആയിരുന്നു. സോ അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. ഇത് നമ്മുടെ ചായക്ക് ഞാൻ ഒരു സ്പൂൺ പഞ്ചസാര ഇടുന്നുള്ളൂ. പിന്നെ നമ്മുടെ ചായ കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പാല് മേടിക്കാൻ പോയപ്പോൾ 2 ജിലേബി കൂടെ മേടിച്ചായിരുന്നു. അപ്പോൾ ജിലേബി ഇതെല്ലാം കൂട്ടിയിട്ടാണ് ഞാൻ ഇന്ന് ചായ കുടിക്കുന്നത്. സോ അപ്പോൾ ചായയെല്ലാം കുടിച്ചിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ കൂടെ ചായ കുടിക്കാൻ നേരത്ത് 2 പൂച്ചക്കുട്ടികൾ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്കും കൊടുത്തു, ഞാനും കഴിച്ചു. പിന്നെ ഇത് നമ്മുടെ ജിക്കിക്കുള്ള ഫുഡാണ്. നമ്മളൊരു എഗ്ഗ് ചൂടുവെള്ളത്തിൽ കലക്കി കൊടുത്താണ്. ഇത് ഡോഗ്സിനൊക്കെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ഫുഡാണ്. അവർക്കത് കഴിക്കാനും എളുപ്പമാണ്. നമ്മളത് ചൂടാറ്റിയിട്ട് വേണം കേട്ടോ കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പോലും ചൂടാറ്റിയിട്ട് കൊടുക്കുക. അപ്പോൾ ജിക്കി ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് കായും പയറും തോരനൊക്കെ വെച്ചായിരുന്നു. ഇതാണ് ഉച്ചത്തേക്കുള്ള തോരനാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുളിക്കാൻ പോയി. കുളിക്കുന്നതിന് മുമ്പ് നമ്മൾ തലയിൽ എണ്ണ ആക്കണം. അപ്പോൾ എൻ്റെ ഒരു ഹെയർ ഓയിൽ റൂട്ടീനാണ് ഈ കാണിക്കുന്നത്. സോ ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് കുറച്ചെങ്കിലും മുടിയൊക്കെ വളർത്താൻ വേണ്ടി സാധിക്കും. പിന്നെ നമ്മുടെ ഫേസൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു എക്സസൈസ് കൂടെയാണ് ഫേസ് മസാജ് ചെയ്യുന്നത്. സോ അപ്പോൾ നമുക്ക് കുളിച്ചിട്ട് വരാം. ഇത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ
ഒരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് നമ്മൾ കഴുകി കളയാം. അങ്ങനെ ചെയ്താലാണ് നമുക്ക് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുള്ളൂ. പിന്നെ മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റേ ഹോട്ട് ഓയിൽ മസാജൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. സാധാരണ ഇതുപോലത്തെ ഓയിൽ അല്ലാണ്ട് നമ്മൾ സാധാരണ നമുക്ക് കറിവേപ്പിലേക്ക് ഇട്ട് നമുക്ക് എണ്ണ കാച്ചി തേക്കുവാണെങ്കിൽ നല്ലതാട്ടോ. അല്ലെങ്കിൽ സാധാരണ കോക്കനട്ട് ഓയിൽ എടുത്തിട്ട് ഒരു ഹോട്ട് ഓയിൽ മസാജൊക്കെ ചെയ്യുവാണെങ്കിൽ ഈ എണ്ണയൊക്കെ നമ്മുടെ തലയിൽ നന്നായിട്ട് പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. സോ അങ്ങനെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് നല്ലതല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഹെയർ കെയർ റൂട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും വീഡിയോസ് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഹെയർ കെയർ വീഡിയോസ് എന്തെങ്കിലും ഇനി ചെയ്യണമെങ്കിൽ ജസ്റ്റ് നമ്മൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പിന്നെ നമുക്ക് തുണിയൊക്കെ വിരിച്ചിടാനുണ്ടായിരുന്നു. പിന്നെ ഞാനതെല്ലാം വിരിച്ചിടാൻ വേണ്ടി പോയി. പിന്നെ ഉച്ചയായിരുന്നു. ചോറുണ്ണാൻ വേണ്ടി പാത്രമൊക്കെ എടുത്ത് കഴുകി. വേറെ കുറച്ച് പാത്രങ്ങൾ കൂടി കഴുകാനുണ്ടായിരുന്നു. പിന്നെ അതുകൂടെ ഞാൻ കഴുകി വെച്ചായിരുന്നു. പിന്നെ നമ്മൾ ചോറും കറിയൊക്കെ വിളമ്പി എടുത്ത് കഴിക്കാൻ വേണ്ടിയായിരുന്നു. പിന്നെ അതെല്ലാം കഴിച്ചു. നമുക്ക് പരിപ്പും കായ്ക്കൂടെ വെച്ച കറിയായിരുന്നു. പിന്നെ കുറച്ച് മുട്ടത്തോരനുണ്ടായിരുന്നു. പിന്നെ കായും പയറും തോരനുണ്ടായിരുന്നു. ഇന്നത്തെ ഉച്ചത്തെ ഫുഡ് ഇതൊക്കെയായിരുന്നു. പിന്നെ കുറച്ച് അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ എത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് എല്ലാം ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും അഭിപ്രായം പറയാം കേട്ടോ.